നമസ്കാരം. എല്ലാ ക്ഷേമ പെൻഷൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ജഡ്ജിമാർക്ക് 3 ക്ഷേമബത്ത അനുവദിച്ച് ധനമന്ത്രി. ഇതോടെ 3 ജഡ്ജിമാരുടെ ക്ഷേമബത്ത 50% 53% ആയി ഉയർന്നു. അനുവദിച്ച 3% ക്ഷേമബത്ത 3% ക്ഷേമബത്തയ്ക്ക് ജൂലൈ വരെ അനുമതിയുണ്ട്. ജൂലൈ മാസം കഴിഞ്ഞ് പണമായിട്ട് നൽകുന്ന മന്ത്രി അറിയിച്ചു. കുടിശ്ശികയാണ് ഈ നൽകുന്നത്. പെൻഷൻ പറ്റിയ ജഡ്ജിക്ക് 3% ക്ഷേമബത്ത അധികം ഉണ്ടെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാർക്ക് 6% ബത്ത നൽകാനുണ്ട്. 19 കുടിശ്ശിക. 22 മുതലുള്ള ക്ഷേമബത്ത ജീവനക്കാർക്ക് കുടിശ്ശികയാണ്. പെൻഷൻ വിതരണം വീണ്ടും ആരംഭിച്ചു. എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകും. ഇന്നും നാളെയൊക്കെയായിട്ട് 15-നുള്ളിൽ ക്ഷേമ പെൻഷൻ വീടുകളിൽ ലഭിക്കും. 22 ലക്ഷം വരുന്ന ആൾക്കാർക്ക് ബാങ്കിൽ നേരിട്ടും 24 ലക്ഷം വരുന്ന ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിലും 22 ലക്ഷം വരുന്ന ആൾക്കാർക്ക് വീടുകളിലും സർക്കാർ ഉപഭോക്താക്കൾ വഴി കൈകളിൽ എത്തിച്ചു നൽകും. നേരത്തെ വിതരണം ചെയ്തവർക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരാത്ത വാർദ്ധക്യകാല പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ വിതരണം പൂർത്തിയായി. നവംബർ മാസത്തെ നടപ്പ് മാസത്തെ തുകയും 25-ാം തീയതി കഴിയുമ്പോൾ വിതരണം ഉണ്ടാകും എന്നാണ് 90% വിശ്വാസം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കാം. അപ്പോൾ ആരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നെഗറ്റീവ് കമൻറ്റ് ഇടാതെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ആവശ്യം പോലെയുള്ള വീഡിയോസ് ചെയ്യും. അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ ആവശ്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഒരാളാണ്. കാരണം ഞാൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം. മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കാം. ഇല്ലാത്തവർക്ക് കമൻറ്റിലൂടെ ഉത്തരങ്ങൾ നൽകാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ആയിട്ടോ ഒക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ നന്ദി, നമസ്കാരം.